നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുറത്ത് മഴ ശക്തിയായി പെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത് കർക്കിടക മാസമാണ്, രാമായണ മാസം. അമ്പലങ്ങളിൽ നിന്നും രാമായണത്തിൻ്റെ ശീലുകൾ മുഴുവൻ കേൾക്കാം. ഈ രാമായണ മാസത്തിൽ ശരീരത്തിനെയും മനസ്സിനെയും ബാധിച്ചിരിക്കുന്ന ഇരുട്ടുമാറ്റി ഉള്ളിൽ വെളിച്ചം നിറയാനായി ഹൈന്ദവ മതവിശ്വാസപ്രകാരം വളരെ നിഷ്കർഷിച്ചിരിക്കുന്ന ഒന്നാണ് നാലമ്പല ദർശനം. നാലമ്പല ദർശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രീരാമസ്വാമിയുടെയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായ ലക്ഷ്മണസ്വാമിയുടെയും ഭരതസ്വാമിയുടെയും ശത്രുഘ്നസ്വാമിയുടെയും അമ്പലങ്ങളിൽ ദർശനം നടത്തി വരുന്നതിനെയാണ് നാലമ്പല ദർശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൃശ്ശൂരാണ് പൊതുവെ നാലമ്പല ദർശനം പ്രശസ്തമായി പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ കോട്ടയം ജില്ലയിലെ നാലമ്പല ദർശനത്തിലുള്ള സൗകര്യത്തെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. രാമപുരം, കൂടപ്പുലം, അമനകര, മേതിരി എന്നിവിടങ്ങളിലാണ് നാലമ്പല ദർശനത്തിനായിട്ടുള്ള സൗകര്യമുള്ള ക്ഷേത്രങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കോട്ടയം ജില്ലയിലെ നാലമ്പല ദർശനമുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ രാമപുരം, കൂടപ്പുലം, അമനകര, മേതിരി എന്നീ സ്ഥലങ്ങളിലാണ് നാലമ്പല ദർശനത്തിലുള്ള ക്ഷേത്രങ്ങളുള്ളത്. കോട്ടയം ജില്ലയിൽ പാലായിൽ നിന്നും കൂത്താട്ടുകുളം പോകുന്ന വഴിക്ക് ആണ് രാമപുരം. അവിടെ നിന്നും ഒരു സർക്കിൾ ആകൃതിയിലാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അടുത്തതായി കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നും ഏകദേശം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തന്നെയാണ് കൂടപ്പുലവും സ്ഥിതി ചെയ്യുന്നത്. കൂടപ്പുലത്തെ ദർശനം കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത്
അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. കൂടപ്പുലത്തു നിന്നും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 2-3 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമാന്തരീക്ഷത്തിലാണ് അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അമ്പലത്തിന് മുന്നിലുള്ള ആ കുളം വളരെ മനോഹരമാണ്. അതിൻ്റെ ഭംഗി എല്ലാവരെയും ഒന്ന് ആകർഷിക്കുക തന്നെ ചെയ്യും. ഭരതസ്വാമി ദർശനം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ പോകുന്നത് മേദിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അതും വലിയ ദൂരത്തൊന്നും ഇല്ലാതെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. മേദിരിയിലെ ദർശനം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകണം. കാരണം നാലമ്പല ദർശനം പൂർണ്ണമാവണമെങ്കിൽ തുടങ്ങിയെടുത്ത് തന്നെ നമ്മൾ വീണ്ടും വന്ന് തൊഴണമെന്നാണ്. അങ്ങനെ വീണ്ടും നമ്മൾ രാമപുരത്ത് എത്തിച്ചേർന്നു, തൊഴുതു. അങ്ങനെ നാലമ്പല ദർശനം പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാ ആൾക്കാരും കാണുക, പൂർണ്ണമായും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ള ആൾക്കാരിലേക്ക് പരമാവധി, വിശ്വാസമുള്ള ആൾക്കാരിലേക്ക് പരമാവധി എത്തിക്കാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.